കാസർഗോഡ് MDMA കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അമ്പലത്തറ സ്വദേശി മുഹമ്മദ് സാബിറാണ് പിടിയിലായത്. ഇതോടെ കേസിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായി. സാബിർ ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയെന്നും സാബിറിന് ഡൽഹി ബാംഗ്ലൂരു ബന്ധങ്ങളെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇയാളിലേക്ക് നയിച്ച തെളിവുകൾ എന്തൊക്കെയാണ്? മാധു, ഇന്ന് നിലവിൽ റിമാൻഡിലായിട്ടുള്ള 4 പ്രതികളെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഈ ചോദ്യം ചെയ്യലിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുഹമ്മദ് സാബിർ എന്ന പേരിലേക്ക് പോലീസ് എത്തിയത്. തുടർന്നാണ് മുഹമ്മദ് സാബിറിനെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചു. ഇയാൾ കാസർഗോഡ് സ്വദേശി തന്നെയാണ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാറപ്പള്ളി എന്ന സ്ഥലത്താണ് ഇയാളുടെ വീട്. ഇയാൾ ഈ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഇവരുൾപ്പെടെ നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പേരുൾപ്പെടെ അവരടങ്ങുന്ന ഈ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണെന്നാണ് പോലീസ് പറയുന്നത്. മുഹമ്മദ് സാബിർ എന്നാണ് പേര്. മുഹമ്മദ് സാബിറിന് ഈ ഡൽഹി ബംഗളൂരു ബന്ധങ്ങൾ ഉണ്ട്. ലഹരിക്കടത്തിൽ, അതായത് ലഹരി മരുന്ന് ബംഗളൂരു ഡൽഹിയിലൊക്കെ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലഹരിക്കടത്ത് ഒരു കണ്ണിയാണ് ഈ മുഹമ്മദ് സാബിർ എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ മുഹമ്മദ് സാബിർ എന്ന പേരിലേക്ക് പോലീസ് എത്തിയത്. ഇവരുടെ ഈ സംഘത്തിൽപ്പെട്ടയാൾ തന്നെയാണ് ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക്, പ്രധാനമായും എറണാകുളത്തേക്കാണ് ഇവർ ലഹരി മരുന്ന് എത്തിക്കുന്നത്. അവിടെ നിന്നാണ് മറ്റു ജില്ലകളിലേക്ക് ഇടനിലക്കാർ വഴി വിതരണം ചെയ്യുന്നത്. അതിന്റെ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ആ സംഘത്തിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് മുഹമ്മദ് സാബിർ എന്നാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് സാബിറിനെ കൂടി കാസർഗോഡ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിന്റെ വ്യാപ്തി ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. മറ്റു പ്രതികളുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ഉന്നത ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി കടത്താനുള്ള സാധ്യത, ബംഗളൂരുവിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് ലഹരി മരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘം, ആ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഇതിനപ്പുറത്തേക്കുള്ള സംഘങ്ങളുണ്ട്, കണ്ണികളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അറസ്റ്റ് കൂടിയാണ് ഈ മുഹമ്മദ് സാബിറിൻ്റെത്. ബംഗളൂരുവിൽ നിന്ന് മാത്രമല്ല, പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരമനുസരിച്ച് ഡൽഹിയിൽ നിന്നും ഈ കേരളത്തിലേക്ക് ഈ സംഘം ലഹരി കടത്ത് നടത്തിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് സാബിറാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. 5ാമത്തെ ആളാണ് സാബിർ എന്നയാളാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റ് 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് സാബിറിലേക്ക് കുറച്ചുകൂടി ലീഡ് കിട്ടിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പർമയാണ് വിവരങ്ങൾ നൽകിയത്.